ബഹുമാനപ്പെട്ട അപ്പോസ്തലിക ചർച്ചിൽ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ സെൽവനും കുടുംബത്തിനും വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്ത്യ വന്ദനം അറിയിക്കുന്നു. എനിക്ക് മുൻപേ ദൈവവചന ശുശ്രൂഷിച്ച 2 ദൈവദാസന്മാർക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്ത്യ വന്ദനം അറിയിക്കുകയാണ്. ഇവിടെയായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്നല്ല ചെയ്ത കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. യേശു ഉണ്ടെങ്കിൽ വിടുതലാണ്, യേശു ഉണ്ടെങ്കിൽ രോഗസൗഖ്യമുണ്ട്, യേശു ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വർഗത്തിലെ ദൈവം തരും. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിപ്പാൻ മതിയായ ദൈവമാണ്. ഒരു വാക്യം വായിക്കാം. 3-ാം അധ്യായം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. എഫേസ്യർ 3:20. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗീയ പിതാവ്, അങ്ങനെ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവ്, ചോദിക്കുന്ന നിരക്കുന്നതിൽ അത്യന്തരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്ന ദൈവമേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ചോദിച്ചതിനുപരി നനച്ചതിനുപരി ലഭിപ്പാൻ ദൈവം സഹായിക്കണമേ. ശുശ്രൂഷിപ്പാൻ എന്നെ അധികാരപ്പെടുത്തണമേ. അധികാരത്തിൻ്റെ ശുശ്രൂഷ ചെയ്യണമേ. അടിയന് ലുദിയായുടെ ഹൃദയം തുറന്നു കൊടുത്തതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കണമേ. മാനവും മഹത്വവും യേശു കർത്താവിന് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചോദിക്കുന്നതിനുപരി നനയ്ക്കുന്നതിനുപരി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്ന ദൈവം എന്ന. എങ്ങനെയാണ് നാം ചോദിക്കുന്നതിനുപരി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചോദിക്കുന്നതിനുപരി നനയ്ക്കുന്നതിനുപരി തരാമെന്ന. എങ്ങനെയാണ് തരുന്നത് പറയാവോ? എങ്ങനെയാണ് തരുന്നത്? ചോദിക്കുന്നതിനുപരി നനയ്ക്കുന്നതിനുപരി നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്ന ദൈവം. അപ്പം നാം പ്രാപിച്ച ദൈവശക്തിയിൽ കൂടി മാത്രമേ, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ കൂടി മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ. പ്രിയ സഹോദര, ദൈവത്തിൻ്റെ ദാസന്മാര്, നാം ഈ ശക്തി പ്രാപിക്കണം. നാം ഉറക്കം തൂങ്ങിയിരുന്നാൽ ഈ ശക്തി ലഭിക്കുമോ? ലഭിക്കത്തില്ല. മനസ്സിലാക്കിയിരിക്കണം. ദൈവശക്തി പ്രാപിക്കണം, ഉയരത്തിലെ ശക്തി പ്രാപിക്കണം, ഉയർപ്പിൻ്റെ ശക്തി പ്രാപിക്കണം. എങ്കിൽ മാത്രമേ നാം ചോദിക്കുന്നതിന് വരെ ലഭിക്കത്തുള്ളൂ. ദൈവം ചെയ്യുന്നത് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയിൽ കൂടിയാണ്. നമ്മുടെ അകത്ത് ദൈവശക്തി ഇല്ലെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ബൈബിൾ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നാം ചോദിക്കുന്നതിനുപരി നനയ്ക്കുന്നതിനുപരി നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്ന ദൈവം. അപ്പം ദൈവത്തിന് കഴിയും, ദൈവത്തിന് ചെയ്യുവാൻ സാധിക്കും. നാം ചോദിച്ചതിനുപരി ചെയ്യുവാൻ സാധിക്കും. പക്ഷേ നമ്മുടെ അകത്തുള്ള ദൈവശക്തിയിൽ കൂടിയാണ്. ഈ അത്യന്ത ശക്തി പ്രാപിക്കണം, ഈ ഉയർപ്പിൻ്റെ ശക്തി പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് നാം പ്രാർത്ഥനയിൽ കൂടി ദൈവശക്തി പ്രാപിക്കാം, ആരാധനയിൽ കൂടി ദൈവശക്തി പ്രാപിക്കാം, ദൈവവചനത്തിൽ കൂടി ദൈവശക്തി പ്രാപിക്കാം. ഞാൻ വെറുതെ വന്നിരിക്കുന്നതല്ല. ഈ കഴിഞ്ഞ മാസത്തിന് മുമ്പേ വരെ ശരാശരി ഒരു 3 മണിക്കൂർ ബൈബിൾ പഠിക്കുന്ന ആളാണ് ഞാൻ. ഇന്നും എത്ര മണിക്കൂർ? ശരാശരി 3 മണിക്കൂർ. ഈ എൻ്റെ ചിന്ത, ഞാൻ പഠിച്ചാൽ മറ്റൊരാളെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഞാൻ പഠിക്കാതെ എങ്ങനെ മറ്റൊരാളെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റും? ഞാൻ പഠിച്ചേ പറ്റത്തുള്ളൂ. ജോലി കളയുമ്പോൾ 24 വർഷത്തിന് മുമ്പേ 21 പ്രാവശ്യം പഴയ നിയമവും പുതിയ നിയമം 28 പ്രാവശ്യവും വായിച്ച് പഠിച്ചിട്ട് അന്ന് വലിയ പ്രയോജനമില്ലെങ്കിൽ അതൊക്കെ ഇന്ന് പ്രയോജനമാണ് സ്പോര. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ പഠിക്കുന്നവരായിരിക്കണം, ദൈവവചനം വായിക്കുന്നവരായിരിക്കണം, പഠിക്കുന്നവരായിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് വചനത്തിൽ കൂടി പറയുവാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതേതും പറഞ്ഞിട്ട് പോകാം. ദൈവവചനം നാം
പഠിച്ച് അത് ധ്യാനിച്ച് എങ്കിൽ മറ്റുള്ളവർക്ക് വചനമാണ് വിടുതൽ, ദൈവവചനമാണ് വിടുതൽ. വചനം കേൾക്കുമ്പോഴാണ് വിടുതൽ. വചനത്തിലാണ് രോഗസൗഖ്യം ഇരിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിയും. അറിഞ്ഞോട്ടോ, എങ്കിൽ നാം വിടുതൽ പ്രാപിക്കണം, നാം അനുഗ്രഹം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി എങ്ങനെ ചോദിക്കുന്നതിനുപരി ലഭിക്കണമെങ്കിൽ, അതുകൊണ്ട് ആ വാക്യം ഒന്നുകൂടെ വായിച്ച സ്റ്റാർട്ടിങ്. എന്നാൽ ചോദിക്കുന്നതിന്. അപ്പൊ എന്താണ് എന്നാൽ? അതിന്റെ 16ാമത്തെ വാക്യം വായിച്ചേ. ഒന്ന് അതിന്റെ മുമ്പത്തെ വാക്യം മുതൽ വായിച്ച്. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു.